ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് വന്നേക്കുന്നത് വേറൊന്നുമല്ല. നമ്മുടെ മുറ്റത്ത് നമ്മൾ നല്ല ഭംഗിക്കായി നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെടിയാണല്ലോ അരളിച്ചെടി. പക്ഷേ ഇന്ന് ആ അരളിച്ചെടിയെ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഇന്നലെ എൻ്റെ വാട്സപ്പ് മെസ്സേജിലും എൻ്റെ ഫ്രണ്ട്സ് ഇട്ടിരുന്ന ഒരു വീഡിയോ കാണാനിടയായി ഞാൻ. കാരണം ഈ അരളിച്ചെടിയുടെ പൂവ് വളരെ വിഷമുള്ള ഒരു വസ്തുവാണ്. കാരണം എറണാകുളത്തുള്ള ഒരു കുട്ടി തൻ്റെ കാനഡയിലേക്ക് പോകാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ആ സമയത്താണ് തൻ്റെ കൂട്ടുകാരിയുടെ ഫോൺ വരാനിടയായി. പെട്ടെന്ന് തന്നെ അവൾ ആ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നപ്പോൾ അലക്ഷ്യമായി ആ ഒരു അരളിയുടെ പൂവെടുത്ത് വായിൽ വെച്ചിരുന്നു എന്നിരുന്നു. പക്ഷേ ആ അരളിയുടെ പൂവ് വായിൽ വെച്ച സമയത്ത് അറിയാതെ എങ്ങനെയോ അകത്ത് പോയി. അപ്പോഴത് അകത്ത് ചെന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഫോൺ എല്ലാം ഓഫ് ചെയ്ത് പോവുകയെന്ന് പറഞ്ഞ സമയത്താണ് പെട്ടെന്ന് തന്നെ വല്ലാത്ത ഛർദിലുണ്ടായി. ആൾക്ക് ഭയങ്കരമായ അസ്വസ്ഥതയും ക്ഷീണവും അനുഭവപ്പെട്ടു. ഉടനെ വീട്ടിലുള്ളവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് കുട്ടി, എന്താ കഴിച്ചത്, പ്രത്യേകിച്ച് ഫുഡ് വല്ല അലർജിയാണോ അതോ ഫുഡ് ഇൻഫെക്ഷനാണോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഒന്നും മനസ്സിലായില്ല. ഇന്ന ആഹാരങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അതെല്ലാം കൂടാതെ സാർ ഞാൻ ഛർദ്ദിച്ചതിൻ്റെ കൂടെ റോസ് കളറിൽ എന്തോ കാണുകയും ഉടനെ ഡോക്ടർക്ക് സംശയം തോന്നി, വേറെ ഏതെങ്കിലും ഫുഡ് കഴിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ഫോൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു അരളിയുടെ പൂവെടുത്ത് ചവച്ചിരുന്നു എന്ന് പറയുകയും ആ കുട്ടി, അപ്പോൾ അതുമൂലം ആ കുട്ടി മരണമടഞ്ഞു. അപ്പോൾ അരളികൾ നമ്മൾ വച്ച് പിടിപ്പിക്കും മുറ്റത്ത് ഭംഗിക്ക്. പക്ഷേ കുഞ്ഞു കുട്ടികളുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴ്ത്തി വീണ് കിടന്ന് വായിൽ അകപ്പെടാതെ വളരെയധികം സൂക്ഷിക്കണം. പറ്റുമെങ്കിൽ അരളിച്ചെടി വീട്ടിൽ വയ്ക്കാതിരിക്കുക, അതാണ് വേണ്ടത്. പക്ഷേ ഇന്ന് അരളിപ്പൂക്കൾ കൊണ്ടാണല്ലോ കല്യാണ പെണ്ണിനെ ഒരുക്കുന്നതും അമ്പലങ്ങളിൽ ഭഗവാന് മാല ചാർത്തുന്നതും. മാല ചാർത്തുകയും നമുക്ക് പ്രസാദത്തിൻ്റെ കൂടെ തരുമ്പോഴും നമ്മളതിങ്ങനെ ഒന്ന് മണത്തിട്ടാണ് നമ്മൾ ചിലപ്പോഴും മുടിയിൽ തിരികെ വയ്ക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഈ അരളിപ്പൂവിനെ ഭയപ്പെടണം. അരളിപ്പൂവാണ് നമ്മുടെ ആ നല്ല കുട്ടിയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയത്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം കുട്ടി അല്ലേ, അവൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ ഇനിയും നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഒരിക്കലും ആർക്കും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ അരളിയെ പേടിക്കണം. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ ചാനലിൻ്റെ പേര് അറിവിൻ്റെ കൂടാരം. Okay guys.